ഇനി അടുത്ത ടോപ്പിക്കാണ് മിറർ ഇക്വേഷൻ ആൻഡ് ഫോക്കൽ ലെങ്ത്. അതിലെന്താ പറയുന്നത് നോക്കാം. ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ ഓൺ എ ടേബിൾ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. നമുക്ക് ഫിഗർ എന്ന് പറയുന്നത് ടെക്സ്റ്റിലുള്ള ഫിഗറിലാണ്. അത് ഫിഗറിൽ കാണിച്ച പോലെ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ വരക്കാം. അറ്റ് വൺ എൻഡ് ഓഫ് ദി ലൈൻ പ്ലേസ് എ കോൺകേവ് മിറർ. ഒരു എൻഡിൽ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആയിട്ട് ഒരു കോൺകേവ് മിറർ പ്ലേസ് ചെയ്യുക. മാർക്ക് പ്രിൻസിപ്പൽ ഫോക്കസ്. അതിൽ പ്രിൻസിപ്പൽ ഫോക്കസ് മാർക്ക് ചെയ്യുക. പിന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഫിക്സ് എ ബേണിംഗ് കാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുക ഓൺ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. എവിടെ? പ്രിൻസിപ്പൽ ഫോക്കസിൽ. ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് അറ്റ് എ സൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ എന്താണ് സൈഡ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് കർവേച്ചർ? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് സൈറ്റ് ഓഫ് ഡിസ്റ്റൻസ് അതിലുണ്ടാവും. അറേഞ്ച് എ സ്ക്രീൻ ഇൻ സച്ച് എ വേ ദാറ്റ് എ ക്ലിയർ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പം സ്ക്രീന് ഒരു സച്ച് എ വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അവിടെ എന്താണ് അപ്പോൾ ക്ലിയർ ഇമേജ് എന്ന് വെച്ചാൽ ക്ലിയർ ഇമേജ് കിട്ടണ വരെ ആ സ്ക്രീനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ക്രീന് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് +2, +1, +2 സയൻസ് എടുത്താൽ ചെയ്യാനുണ്ട്. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ അടിയിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്ററിൽ ഞാനൊരു കോൺകേവ് മിറർ പ്ലേസ് ചെയ്തു. ആദ്യം ഒരു ലൈൻ വരക്കണം കേട്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക ടേബിളിൽ. എന്നിട്ട് ഒരു ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്ററിൽ ഞാനൊരു കോൺകേവ് മിറർ പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ ആ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തു. ആ ലൈൻ നമ്മൾ ആദ്യം വരച്ച സ്ട്രെയിറ്റ് ലൈനിലുണ്ടല്ലോ, അതിൽ ഞാൻ പ്രിൻസിപ്പൽ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു ബേണിംഗ് കാൻഡിൽ വെച്ചു. പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ അവിടെ ബേണിംഗ് കാൻഡിൽ വെച്ചു. ഇൻ എ സച്ച് എ വേ സൈഡ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഒരു സൈഡ് ഡിസ്റ്റൻസ്. എന്നിട്ട് ആ സ്ക്രീന് നമ്മൾ നീക്കി കൊടുക്കുക. ക്ലിയർ ഇമേജ് എപ്പോൾ വരുന്നോ കോൺകേവ് മിററിലല്ല ആ ഒരു ഒബ്ജക്റ്റിൽ എപ്പോൾ ക്ലിയർ ഇമേജ് വരുന്നോ അതുവരെ നമ്മൾ അതിന് ഡിസ്റ്റൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പൊസിഷൻ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇമേജ്? എന്താണ് പൊസിഷനും ഫീച്ചേഴ്സും? ഇമേജിൻ്റെ പൊസിഷനും ഫീച്ചേഴ്സും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവിടുത്തെ പൊസിഷനും ഫീച്ചേഴ്സും? ഇമേജിൻ്റെ പൊസിഷനും ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് സി, എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണ് സ്മോൾ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സ്മോൾ ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഒബ്സർവ് ദി ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഇമേജ് ആൻഡ് ഫീച്ചേഴ്സ് ഓൺ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദി കാൻഡിൽ. എന്തൊക്കെയാണ് നമ്മളത് മൂവ് ചെയ്യുമ്പോൾ അത് മറ്റേ ബോക്സാണ്. നമ്മൾ നേരത്തെ 2 ബോക്സ് പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത്തെ ബോക്സാണ് അതിൻ്റെ ആൻസറായിട്ട് വരാം. അപ്പോൾ ഇതാണ് അതിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ യു ആസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. യു നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു ഫ്രം ദി മിററിൽ നിന്ന്. ആൻഡ് വി ആസ് ദി ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ഫ്രം ദി മിററിൽ നിന്നുള്ള ഇമേജ് ആയിട്ട് വി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. മെഷർ ദം ആൻഡ് ടാബുലേറ്റ്. നമ്മൾ അതിനെ മെഷർ ചെയ്തിട്ട് ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് യു എന്ന് പറയുന്നത് 25 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 98 ആണ്. അപ്പോൾ യു വി ബൈ യു പ്ലസ് വി എന്ന് പറയുന്നത് 19.9 ആണ്. പിന്നെ 30-ലാണെങ്കിൽ 61, 20.1 ആണ്. പിന്നെ 40-ലാണെങ്കിൽ 40 ആയിരിക്കും. പിന്നെ 20 ആയിരിക്കും അതിൻ്റെ യു വി ബൈ യു പ്ലസ് വി എന്ന് പറയുന്നത്. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് യു വി ബൈ യു പ്ലസ് വി ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി ആണ്. 1/f എന്ന് പറയുന്നത് 1/u പ്ലസ് 1/v. ഈ 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v എന്നുള്ളതാണ് എന്ത്? മിറർ ഇക്വേഷൻ എന്നുള്ളത്. ദിസ് ഈസ് നോൺ ആസ് മിറർ ഇക്വേഷൻ. 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v എന്നുള്ളതാണ് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ. കാർട്ടീഷ്യൻ്റെ സൈൻ കൺവേർഷൻസ് ആണ് പറയുന്നത്.
എന്തൊക്കെയാണ് കാർട്ടീഷ്യൻ്റെ സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത്? In all experiments related to lenses and mirrors, the distance are measured in the same way as in graphs. എല്ലാ എക്സ്പെരിമെൻസിലും ലെൻസസും മിറേഴ്സും അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഗ്രാഫ്സിലത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഡിസ്റ്റൻസ് ആർ മെഷേർഡ് കൺസിഡറിങ് ദ പോൾ ഓഫ് ദി മിറർ ആസ് ദി ഒറിജിൻ. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസിഡറിങ് ദി പോൾ ഓഫ് മിററിൻ്റെ പോൾ കൺസിഡർ ചെയ്തിട്ടാണ്, ആസ് ദി ഒറിജിൻ പോലെ. പിന്നെ ദോസ് മെഷേർഡ് ടു ദി റൈറ്റ് ഫ്രം ഒ ആർ പോസിറ്റീവ് ആൻഡ് ദോസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആർ നെഗറ്റീവ്. റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ടാണെങ്കിൽ അത് പോസിറ്റീവും, പിന്നെ അത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിസ്റ്റൻസ് മെഷേർഡ് അപ്വേർഡ് ഫ്രം എക്സ് ആക്സിസിൻ്റെ അപ്വേർഡിൽ നിന്ന് മെഷർ ചെയ്യുന്നത് പോസിറ്റീവും ആൻഡ് ദോസ് ഡൗൺവേർഡ്സ് ആർ നെഗറ്റീവ്, ഡൗൺവേർഡ്സിൽ നിന്ന് ഇതാക്കുന്നത് നെഗറ്റീവുമാണ്. ദി ഇൻസിഡൻറ്റ് റേ ഈസ് ടു ബി കൺസിഡേർഡ് ആസ് ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ട്രാവൽ ചെയ്യുന്നതെന്നാണ് അതിനെ കൺസിഡർ. ഇനി അടുത്തത് പറയുന്നത് റെക്കോർഡ് ദി മെഷർമെൻറ്റ് ഷോൺ ഇൻ ദി ഫിഗർ യൂസിങ് ദ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ. നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇനി പറയുന്നത്. ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് ഫ്രം ദി മിറർ, മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. സൈൻ കൺവേർഷൻ വെച്ചിട്ടാണ് പറയേണ്ടത്, അപ്പോൾ അത് നെഗറ്റീവാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ വിയിൽ നിന്നുള്ളത് നെഗറ്റീവാണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് OB എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പിന്നെ ഹൈറ്റ് ഓഫ് ഇമേജ് IM എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 30 cm from an image is obtained on a screen at a distance of 20 cm from the mirror, find the focal length. നമ്മളവിടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക? ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം എങ്ങനെ നോക്കാം. ഓക്കെ, നമ്മൾക്ക് തന്നിട്ടുള്ള U എന്ന് പറയുന്നത് എത്രയാണ്? 30 cm ആണ് നമുക്ക് U തന്നിട്ടുള്ളത്. അപ്പോൾ U ഈസ് ഈക്വൽ ടു 30 cm. ഇപ്പോൾ U എന്ന് പറയുന്നത് 30 cm ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട്, ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 20 cm തന്നിട്ടുണ്ട്. എന്താ 20 cm എന്ന് പറയുന്നത്? B എന്ന് പറയുന്നതാണ് 20 cm. ഇതിന് രണ്ടിനും ഞാൻ മൈനസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഫോക്കൽ ലെങ്ത് F ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ UE ബൈ U പ്ലസ് V ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? -30 ഇൻറ്റു -20 ഡിവൈഡഡ് ബൈ -30 -20 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? -12 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ, -12. അപ്പോൾ നമുക്ക് -12 cm എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആദ്യം നമുക്ക് U കിട്ടി 30 cm, പിന്നെ V കിട്ടി -20. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F ഈസ് ഈക്വൽ ടു UV ബൈ U പ്ലസ് V. അപ്പോൾ -30 ഇൻറ്റു -20 ഡിവൈഡ് ബൈ -30 -20 ഈസ് ഈക്വൽ ടു -12 cm. ഇതാണ് ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഇതിലെന്ത് പറയുന്നത് നോക്കാം. ദ ഫിഗർ ഷോസ് ദ ഇമേജ് ഫോർമേഷൻ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ C. എന്താണ് ഫിഗർ ഷോ ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജ് ഫോർമേഷനാണ്. ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ബിയോണ്ട് ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താലുള്ള ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ദ റേ പാരലൽ ആൻഡ് ക്ലോസ് ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ റേ എന്താണ്? പാരലൽ ആണ്, പിന്നെ ക്ലോസ് ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് ക്ലോസ് ആണ്. ഹാസ് ബീൻ കൺസിഡർഡ്, നമ്മൾ കൺസിഡർ ചെയ്ത പോലെ. ഇൻ ദി ഫിഗർ OBP ആൻഡ് IMP ആർ. ഫിഗറിൽ OBPയും, അപ്പോൾ ഫിഗറിൽ OBP എന്ന് പറയുന്നതും പിന്നെ IMP എന്ന് പറയുന്നതും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ്. ഇപ്പോൾ ട്രയാങ്കിൾ OBPയും ട്രയാങ്കിൾ IMPയും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇനി പറയുന്നത് എന്താണ്?
According to the concept similarity, let's write down the ratio corresponding sides of similar triangles. അപ്പോൾ ഇത് സിമിലാരിറ്റി കണ്ടതുകൊണ്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് എഴുതുന്നത്. അപ്പോൾ എന്താണ് IM by OB ഈക്വൽ ടു IP by OP എന്ന് വരും. ഇനി ഇൻ ദി ഫിഗർ നമുക്ക് പറയാം IM is equal to H1. IM നമ്മൾ എന്തായിട്ട് എടുക്കും H1ഉം പിന്നെ OB is equal to H0 ആയിട്ട് OBയും എടുക്കും. അപ്പോൾ H0 ആയിട്ട് നമ്മൾ OB എടുത്തു. ഇനി എന്താ പറയുന്നത് ഓക്കെ പിന്നെ പറയുന്നത് ഇതിൽ IP എന്ന് പറയുന്നത് V ആണ്. OP is equal to U ആണ് OP എന്ന് പറയുന്നത്. IP equal to Vയും OP എന്ന് പറയുന്നത് U ആണ്. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ എബവ് ഇക്വേഷൻ നമ്മൾ ഈ എബവ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക H1 by H0 ഈക്വൽ ടു U by V എന്ന് കിട്ടും. V by U എന്ന് കിട്ടും. V by U. Now on writing this equation in accordance with new Cartesian sign convention, നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് ഇത് എഴുതുമ്പോൾ നമ്മൾ എന്താണ് H0 എന്ന് പറയുന്നത് പോസിറ്റീവും പിന്നെ H1 എന്ന് പറയുന്നത് നെഗറ്റീവും ആക്കിയെടുത്തു. H0 എന്ന് പറയുന്നത് പോസിറ്റീവും H1 എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. ഓക്കെ പിന്നെ ഇവിടെ U എന്ന് പറയുന്നത് നെഗറ്റീവാണ്. U എന്ന് പറയുന്നത് നെഗറ്റീവും പിന്നെ V എന്ന് പറയുന്നതും എന്താണ് നെഗറ്റീവാണ്. ഓക്കെ ഇനി നമുക്ക് പറയാം ഇനി എന്താ പറയുന്നത് U നെഗറ്റീവും V നെഗറ്റീവാന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് പറയാം -H1 ഡിവൈഡഡ് ബൈ H0 ഈസ് ഈക്വൽ ടു -V ബൈ -U. പിന്നെ -H1 ഡിവൈഡഡ് ബൈ H0 എന്ന് പറയുന്നതും V ബൈ U ഇതിൻ്റെ മൈനസ് പോയി. ബട്ട് M ഈസ് ഈക്വൽ ടു എന്താണ് H1 ഡിവൈഡഡ് ബൈ HI ഡിവൈഡഡ് ബൈ HO. ഇനി M ഈസ് ഈക്വൽ ടു HI ഡിവൈഡഡ് ബൈ HO ഈക്വൽ ടു -V ബൈ U എന്ന് വന്നു. ഇനി എന്താണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു എന്താണ് HI ബൈ HO ഈസ് ഈക്വൽ ടു -V ബൈ U. അപ്പോൾ ഇതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഓക്കെ അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് M ഈസ് ഈക്വൽ ടു HI ബൈ HO ഈസ് ഈക്വൽ ടു -V ബൈ U എന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.